ഹലോ, മറ്റൊരു രസകരമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മുടെ എംപുരാൻ ഗ്യാങ്, നമ്മുടെ L2 ഗ്യാങ്, ഖുറേഷി എബ്രാം, സയ്യദ് മസൂദ് ആൻഡ് മറ്റൊരു കക്ഷി ഇസ്ലാം മക്കഷേവ് എൻ്റെ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി മാർഷൽ ആർട്ട് ഫാൻസിന്, കോംബാറ്റ് ഫാൻസിന് ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ എംപുരാൻ ഗ്യാങ്ങിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് സിനിമാ പ്രേമികൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇത് ഒരു മിക്സ്ഡ് മാർഷൽ ആർട്സ് കോംബാറ്റ് സ്പോർട്സ് ഓൺലി ഡിസ്കഷൻ ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്സ്ഡ് മാർഷൽ ആർട്സിൻ്റെ ലോകത്തിലേക്ക്, കോംബാറ്റ് സ്പോർട്സിൻ്റെ ലോകത്തിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കും. യഥാർത്ഥ ലോകത്തിൽ നടക്കത്തില്ല. ഇതൊരു സാങ്കല്പികമായിട്ടുള്ള തിരക്കഥയായിരിക്കും. ഒരു ഇമാജിനറി സിറ്റുവേഷനാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഇത് നമ്മുടെ എംപുരാൻ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ എംപുരാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് മാത്രമാണ് ഇത്. ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ മലയാളികൾ? കാരണം ആ ട്രെയിലർ കണ്ടിട്ട് എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല. കാരണം ആ ട്രെയിലർ ഉണ്ടല്ലോ, നമ്മൾ സിനിമ പോലെയാണ് കണ്ടിരിക്കുന്നത്. സിനിമയും യഥാർത്ഥ സിനിമയും ഇപ്പോൾ 27-ാം തീയതി മറ്റോ റിലീസ് ആവുന്നുണ്ട്. ട്രെയിലർ പോലെ തന്നെ അടിച്ചു പൊളിക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ലെറ്റ് ഇറ്റ് ബി മലയാളക്കരയുടെ റെസ്പോൺസ് ടു KGF, അതേപോലെ ഒരു പാൻ ഇന്ത്യ ചിത്രമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് L2 ശേഷം L3 വരട്ടെ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊരു എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു സീരിയസ് അധ്വാനമാണ്, ഒരു സീരിയസ് വർക്കാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു പൃഥ്വിരാജ് ആൻഡ് ടീം, മോഹൻലാൽ ആൻഡ് ദി എൻറ്റയർ ടീം. ഓക്കെ, ഇനി നമ്മൾക്ക് ടോപ്പിക്കിലേക്ക് വരാം, രസകരമായ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഒരു സാങ്കല്പിക പാരലൽ യൂണിവേഴ്സിൽ, പാരലായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ നമ്മുടെ ഖുറേഷി എബ്രാം, സയ്യദ് മസൂദ് ഗ്യാങ്ങിന്റെ പോരാട്ടം ഇസ്ലാം മക്കഷേവിനെതിരെ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പം സിനിമാ പ്രേമികൾക്ക്, ആദ്യമായിട്ട് മാർഷൽ ആർട്സ് ഈ ചാനൽ കാണുന്ന ആളുകൾക്ക് ഇസ്ലാം മക്കഷേവിനെ അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ സാങ്കല്പികമായിട്ടൊന്നുമല്ല, യഥാർത്ഥ ലോകത്തിൽ ഇപ്പോൾ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫൈറ്ററാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മാർഷൽ ആർട്ടിസ്റ്റ്, കോംബാറ്റ് സ്പോർട്സ് അത്ലീറ്റ് ആണ് മിസ്റ്റർ ഇസ്ലാം മക്കഷേവ്. ആ തമ്പനയിലിൽ നടുക്ക് കാണുന്ന കക്ഷി റഷ്യക്കാരനാണ്, ഏറ്റവും വലിയ ചാമ്പ്യൻ ഫൈറ്ററാണ്. അപ്പോൾ ഒരു സാങ്കല്പികമായ സിറ്റുവേഷനിൽ ഈ ഇസ്ലാം മക്കഷേവിൻ്റെ ഫൈറ്റ് നമ്മുടെ നേർക്കുനേർ ഖുറേഷി എബ്രാം ആൻഡ് സയ്യദ് മസൂദിനെതിരെ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കോംബാറ്റ് സ്പോർട്സ് അത്ലീറ്റ്സിന് ഇതൊരു പുച്ഛമായിട്ട് തോന്നും. മാർഷൽ ആർട്സ് അത്ലീറ്റ്സിൻ്റെ ഒരു പുച്ഛമായിട്ട് തോന്നും. അത് എന്തൊരു കമ്പാരിസണാണ്. കാരണം പൃഥ്വിരാജ്, മോഹൻലാലൊക്കെ അവർ കലാകാരന്മാരാണ്, അവർ മാർഷൽ ആർട്ടിസ്റ്റുകളല്ലല്ലോ. സമ്മതിക്കുന്നു. അതാണ് ഞാൻ പാരലൽ യൂണിവേഴ്സ്, സാങ്കല്പികം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അവരെ പൃഥ്വിരാജും മോഹൻലാലുമായിട്ടല്ല കാണേണ്ടത്. നമ്മൾ അവരെ വലിയൊരു സിൻഡിക്കേറ്റ് നെറ്റ്വർക്കിൻ്റെ തലവന്മാരായിട്ടുള്ള ഖുറേഷി എബ്രാം ആൻഡ് സയ്യദ് മസൂദ് ആയിട്ടാണ് കാണേണ്ടത്. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ, അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് മാഫിയ നെറ്റ്വർക്കുമായിട്ട്, ഒരു ഗാങ് നെറ്റ്വർക്കുമായിട്ട് ഇസ്ലാം മക്കഷേവിൻ്റെ പോരാട്ടം നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മൾ ചാടിക്കേറി പറയരുത്. ഇസ്ലാം മക്കഷേവ് 2 സെക്കൻഡിനുള്ളിൽ തീർക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇസ്ലാം മക്കഷേവ് 2 സെക്കൻഡിനുള്ളിലൊക്കെ തീർക്കുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഗോധയിൽ, അദ്ദേഹത്തിൻ്റെ റിങ്ങിൽ, ഒക്ടഗണിൽ, അത് ആ വേദിയിൽ അത് സംഭവിക്കും. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പേഴ്സുമായിട്ടൊക്കെ ഉള്ള ഒരു പോരാട്ടം നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മക്കഷേവ് ആദ്യം തന്നെ അങ്ങനെയുള്ള പോരിനൊന്നും പോകത്തില്ല. ബിക്കോസ് ഹീസ് എ പ്രൊഫഷണൽ അത്ലീറ്റ്. അദ്ദേഹം ആവശ്യമില്ലാത്ത പോരിനുള്ള, അദ്ദേഹത്തിന് അപകടം വരുത്തി വെക്കുന്ന പോരിനൊന്നും പുള്ളി പോകത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എത്ര വലിയ മാർഷൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും, കോംബാറ്റ് സ്പോർട്സ് അത്ലീറ്റ് ആണെങ്കിലും, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഗാങ് ലീഡേഴ്സ്, നെറ്റ്വർക്ക്, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, വലിയ രാഷ്ട്രത്തലവന്മാർ, പൊളിറ്റീഷ്യൻസ്, വലിയ നെറ്റ്വർക്കുള്ള കക്ഷികളുമായിട്ടൊന്നും പോരിന് പോയി കഴിഞ്ഞാൽ മാർഷൽ ആർട്സ് ഒന്നും വില പോകത്തില്ല. കാരണം അവരുടെ ഈ വെപ്പൺസ് ഉണ്ട്, അടുത്ത് പോലും പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരിക്കലും മക്കഷേവ് അങ്ങനെ ഒരു പോരിന് ഇറങ്ങില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇപ്പോഴും കൺവിൻസ് ആയില്ലെങ്കിൽ, മാർഷൽ ആർട്ട് ഫാൻസ് കൺവിൻസ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം നൽകാം. അതായത് നമ്മുടെ റഷ്യൻ തലവനായിട്ടുള്ള വ്ളാദിമിർ പുടിനെ കാണാനായിട്ട്
ഇതേ ഇസ്ലാം മക്കാശേവിൻ്റെ ഫ്രണ്ടും കോച്ചുമായിട്ടുള്ള ഹബീബും അദ്ദേഹത്തിൻ്റെ പിതാവും പോയിട്ടുണ്ടായിരുന്നു. എത്ര നിങ്ങൾ കണ്ടു കാണാൻ എത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഹബീബും ഒന്നും മിണ്ടിയ പോലുമില്ല. ഹബീബ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം വ്ളാദിമിർ പുടിനൊക്കെ നമുക്ക് മാർഷൽ ആർട്ടിസ്റ്റ് ആണ് പുള്ളി. മാർഷൽ ആർട്സിന് ആവശ്യമില്ല. കാരണം പുള്ളിക്ക് അത്രമാത്രം നെറ്റ്വർക്ക് ഉണ്ട്, അത്രമാത്രം ബോഡി ഗാർഡ്സ് ഉണ്ട്, അത്രമാത്രം സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഹംസ ഷിമീവിൻ്റെ കേസ് അറിയാം. ഏതോ ഒരു വലിയ വാർലോഡുമായിട്ട്, ഒരു ഗ്യാങ് ലോഡുമായിട്ട് പുള്ളിക്ക് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് ഭയന്നിട്ടായിരിക്കും പുള്ളി UAE-യിലൊക്കെ വന്ന് അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്നൊക്കെ ഒരു ശ്രുതി കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു റൂമർ കേൾക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ മറ്റൊരു അത്ലീറ്റ് സ്ട്രിക്ലാൻഡൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. ചിലപ്പം ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഷൽ ആർട്ട് ഫൈറ്റുകളൊക്കെ നടക്കുന്നത് അത് റിങ്ങിലാണ്, അതൊരു സ്പോർട്സാണ്. അല്ലാതെ ഇവർക്ക് മാർഷൽ ആർട്ട് സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ വലിയ സിൻഡിക്കേറ്റ് മെമ്പേഴ്സുമായിട്ടൊന്നും പോരിനിറങ്ങത്തില്ല. പിന്നെ ആവശ്യം വരികയാണെങ്കിൽ സെൽഫ് ഡിഫെൻസിന് ദേ ആർ ദ ബെസ്റ്റ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ രസകരമായിട്ടുള്ള കോമഡി സീരിയസ് കമൻറ്റുകൾ നിങ്ങൾ അയക്കുക. ഓർക്കുക, ഇതൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു തിരക്കഥ മാത്രമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഇത് നമ്മുടെ മലയാളക്കരയിൽ നിന്നുള്ള ഏറ്റവും വലിയ സിനിമ എമ്പുരാന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ ആയിരുന്നു. വെയിറ്റിംഗ് ഫോർ എമ്പുരാൻ, ലെറ്റ് ഇറ്റ് ബിക്കം എ ബിഗ് ഹിറ്റ് ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്. ഇറ്റ്സ് യുവർ ടേൺ നൗ. യു കമന്റ്. എമ്പുരാൻ L2 signing off.